ഹായ് എവ്രി വൺ, ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഡിയർ ഫ്രണ്ട്സ്, ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു യാഥാർത്ഥ്യമായ സംഭവമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സംതൃപ്തമായ ജീവിതത്തിന് ആവശ്യമായ പ്രധാന ഗുണങ്ങളാണ് എന്തെല്ലാം? സത്യസന്ധത, ദയ, കൃതജ്ഞത, ക്ഷമ, ധൈര്യം, വിനയം, ബഹുമാനം എന്നിവയെല്ലാം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് സത്യസന്ധതയെക്കുറിച്ചുള്ള ഒരു സംഭവമാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. 2025 ജൂൺ മാസം ഒരു ദിവസം രാവിലെ CMC ബോയ്സ് ഹൈസ്കൂളിലെ 7ാം ക്ലാസ്സിലെ നിരഞ്ജനും 8ാം ക്ലാസ്സിലെ ദേവദത്തനും സ്കൂളിലേക്ക് പോകുമ്പോൾ റോഡിലൊരു സ്മാർട്ട് ഫോൺ കിടക്കുന്നത് കണ്ടു. അവരത് ഉടനെ തന്നെ കയ്യിലെടുത്ത് തിരിച്ചു മറിച്ച് നോക്കി. ടച്ച് സ്ക്രീൻ ഫോൺ എടുത്ത് നേരെ എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ ഈ മൊബൈൽ ഹാൻഡ് ഓവർ ചെയ്തു. പോലീസ് അവരുടെ വിവരങ്ങൾ എഴുതി വെച്ചു. പിന്നെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. ആക്ച്വലി ഫോൺ നഷ്ടപ്പെട്ടത് CMC ഗേൾസ് ഹൈസ്കൂളിലെ റീന ടീച്ചറുടേതായിരുന്നു. അവരുടെ ഭർത്താവിൻ്റെ കൂടെ സ്കൂളിലേക്ക് കാറിൽ യാത്ര ചെയ്തു വരുന്നതിനിടയിൽ ഫോൺ നഷ്ടപ്പെട്ടു. സ്കൂളിൽ ചെന്ന ശേഷമാണ് ഫോൺ നഷ്ടപ്പെട്ട വിവരം അവരറിയുന്നത്. പിന്നീട് സ്കൂളിലെ വേറൊരു ടീച്ചറുടെ ഫോണിൽ നിന്നും റീന ടീച്ചർ അവരുടെ സ്വന്തം നമ്പറിലേക്ക് വിളിച്ചു. എലത്തൂർ പോലീസ് സ്റ്റേഷൻ SI ആണ് ഫോൺ എടുത്തത്. എല്ലാം വിശദീകരിച്ച് ടീച്ചർക്ക് സാർ പറഞ്ഞു കൊടുത്തു. സബ് ഇൻസ്പെക്ടർ ടീച്ചറോട് വേഗം തന്നെ കുട്ടികളെ പോയി കാണാൻ പറഞ്ഞു. റീന ടീച്ചർ 2 സമ്മാനം വാങ്ങി കുട്ടികളുടെ ക്ലാസ്സിലേക്ക് പോയി അവരെ ആദരിച്ചു, സമ്മാനങ്ങൾ നൽകി അഭിനന്ദിച്ചു. കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ നിന്നും ദേവദത്തനും നിരഞ്ജനും ആദരവും പ്രശംസയും നേടിയെടുക്കാൻ കഴിഞ്ഞു. പിന്നീട് CMC ഗേൾസ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം, ആകാശപ്പറവകൾ കൂട്ടായ്മ, ആ ഗ്രൂപ്പ് അംഗങ്ങളും ക്ലാസ്സിലെത്തി അവരെ സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. ഈ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് അംഗമായ കൃഷ്ണവേണി ക്ലാസ്സിലെ കുട്ടികളോട് സന്തോഷപൂർവ്വം മറ്റു കുട്ടികൾക്കും പ്രചോദനം കിട്ടുന്ന മാതിരി സംസാരിച്ചു. കൃഷ്ണവേണി ഇപ്രകാരം പറഞ്ഞു: കുട്ടികളെ, നിരഞ്ജനും ദേവദത്തനും സമ്മാനം കൊടുക്കുന്നത് കണ്ട് ഞങ്ങൾക്കും സമ്മാനം കിട്ടിയില്ലല്ലോ എന്ന് നിരാശപ്പെടുകയോ വിഷമിക്കുകയോ വേണ്ട. നല്ലത് ചെയ്യൂ. അതിൻ്റെ പ്രതിഫലം, സമ്മാനങ്ങൾ എല്ലാം സ്വാഭാവികമായി നിങ്ങളെ തേടിയെത്തും. ആകാശപ്പറവകൾ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് മെമ്പറായ കൃഷ്ണവേണി പറഞ്ഞത് 100% ശരിയാണ്. ഡിയർ സ്റ്റുഡൻസ്, ഇത് നിങ്ങളുടെ പ്രചോദനമായിരിക്കട്ടെ. നമ്മുടെ കാലത്ത് പലരും പ്രശസ്തിയും പണവുമാണ് വിജയമെന്ന് കരുതുന്നവരുണ്ട്. പക്ഷേ സത്യസന്ധതയും സ്നേഹവും നിറച്ച ചെറിയ കാര്യങ്ങൾ ഏറ്റവും വലിയ വിജയങ്ങളാണ്. നമ്മുടെ നിരഞ്ജനും ദേവദത്തനും അതാണ് നമുക്ക് കാണിച്ചു തന്നത്. ഒരു നഷ്ടപ്പെട്ട ഫോൺ നിഷ്കപടമായി തിരിച്ചു നൽകിയത്. അതിനുള്ള പ്രതിഫലമായി അവർ ഒരു സമൂഹത്തിൻ്റെ അഭിനന്ദനമായി മാറി. ഓർമ്മകളും സൗഹൃദങ്ങളും പുനരാവിഷ്കരിക്കുന്ന ഈ സംഗമത്തിൽ ആകാശപ്പറവകൾ എന്ന ഗ്രൂപ്പ് ഇപ്പോഴത്തെ താരങ്ങളാണ്. ആ കൂട്ടായ്മയിൽ ഇവരുടെ സംഭാവന അദ്വിതീയമാണ്. നമ്മളെക്കൊണ്ട് കഴിയുന്നത്ര മറ്റുള്ളവർക്കൊരു സഹായം ചെയ്യാൻ കഴിഞ്ഞാൽ അത് ചെറുതോ വലുതോ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നത് കാര്യമല്ല. നല്ലത് ചെയ്യുക. അതിൻ്റെ പ്രതിഫലം സ്വാഭാവികമായി തന്നെ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരും. ഈ സംരംഭത്തിൽ നമ്മുടെ വിദ്യാർത്ഥിനികളോട്, ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ പാകപ്പെടുന്ന വിത്തുകൾ പോലെയാണ്. അത് നാളെ ഒരു വലിയ വൃക്ഷമായി മാറും. നിങ്ങളുടെ നല്ല സ്വഭാവമാണ് ഏറ്റവും വലിയ സമ്മാനം. നീയും ഒരു വിളക്കാകുക. നിന്റെ നല്ല പ്രവൃത്തികളിലൂടെ പ്രകാശിക്കൂ.
നന്മയുടെ വഴി മറ്റുള്ളവർക്കും കാണിച്ചു തരൂ. നിന്റെ നല്ല പ്രവൃത്തികൾ കൊണ്ട് ലോകം തന്നെ നന്നാകാൻ വഴിയൊരുക്കും. എലത്തൂർ സ്വദേശി കുപ്പക്കളം പ്രവീൺ കുമാറിൻ്റെയും ജിൻസിയുടെയും മകനാണ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിരഞ്ജൻ. താഴെയറയ്ക്കൽ അഖിലേഷിൻ്റെയും ഷാനിയുടെയും മകനാണ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ദേവദത്തൻ. ഈ മാതാപിതാക്കളിൽ നിന്നും കുട്ടികൾ നല്ല മൂല്യങ്ങളും ശീലങ്ങളും പഠിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, അധ്യാപകരിൽ നിന്നും അറിവും നന്മയിലേക്കുള്ള ദിശയും ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഈ സാഹചര്യത്തിൽ നിരഞ്ജനും ദേവദത്തനും ഉജ്ജ്വലമായ ഭാവി നേരുന്നു. നന്ദി, നമസ്കാരം.